ഇട്ടാ അവിടെ ഇരുന്നാ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു. അതുപോലെ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് അപ്പമാണ് ഇഷ്ടം. അങ്ങനെ ഇക്കാക്ക് ആദ്യം അപ്പം കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മി ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിപ്പുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വാവയ്ക്ക് ഉമ്മി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉമ്മി പോയതിന് ശേഷം ഉമ്മി ചെയ്ത പോലെയൊക്കെ ആൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നിർത്തിയതിന് ശേഷം ആളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയും പയറും പിന്നെ ഉപ്പുമാങ്ങ ചമ്മന്തിയും ഉപ്പിലിട്ടതും പിന്നെ പപ്പടവും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് കഞ്ഞിയാക്കിയത്. അപ്പോൾ ഇക്കാക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബിരിയാണി ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ മട്ടൻ ബിരിയാണി ആയിരുന്നു, പ്ലസ് എഗ്ഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഷാലിമാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. പിന്നെ അതിനുശേഷം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുങ്ങി ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള മാരാരി ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രദർ വരുന്നില്ല, ആൾ സിനിമ കാണാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടോ. പിന്നെ വാവയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം ആദ്യം വിചാരിച്ച് നമ്മൾ സിനിമയ്ക്കൊക്കെ പോകാമെന്നാട്ടോ. പിന്നെയാണ് വാവ ഉള്ളതുകൊണ്ട് നടക്കത്തില്ലെന്ന് തോന്നി, ആൾ അലമ്പാക്കും. അങ്ങനെ നമ്മൾ ബീച്ചാക്കിയതാണ് കേട്ടോ. അതുപോലെ എനിക്കും ഉമ്മയ്ക്കും ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മാരാരി ബീച്ച് അല്ലെങ്കിൽ പോലും ആലപ്പുഴ ആണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ബീച്ചിലൊക്കെ പോകാറുണ്ട്. പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് കയറിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് കുമരകമാണ്, നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. കുറേ നാളായിട്ട് ഇവിടെ പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലൊക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ എപ്പോഴത്തേയും പോലെ കുമരകത്തുള്ള ആ ബേക്കറി തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ബണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രീം ബണ്ണും ബർഗറും എല്ലാം മേടിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് സാധനമാണ്, അതുപോലെ റേറ്റും കുറവാണ് കേട്ടോ. എപ്പോൾ വന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ ഈ ഐറ്റംസ് എല്ലാം ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കാറി കയറിയ പാട തന്നെ വാവയ്ക്ക് ക്രീം ബണ്ണൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾ കൊടുത്ത പാട തന്നെ സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്ക് എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ ക്രീം ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അതുപോലെ വാവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ബർഗറും കൂടി കഴിച്ചു നോക്കി. അപ്പോൾ ഈ ബർഗർ നമ്മൾ സാധാ കട്ട്ലേറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വെച്ച സാധാ ടൈപ്പ് ബർഗറാണ് കേട്ടോ. പിന്നെ ഈ ബർഗറിന് എനിക്കും ഉമ്മയ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ ടേസ്റ്റും നല്ലതായിരുന്നു. ഇക്കാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ബണ്ണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഞങ്ങൾ 2 പേരും കൂടിയാണ് കഴിച്ചത്. പിന്നെ ഇതാ വാവ നല്ല അലമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ആൾ ഉറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉറക്കമൊന്നുമില്ല. ഫ്രണ്ടിലും പുറകിലൊക്കെ ആയിട്ട് മാറി മാറി കളിക്കുവാണ്. അവിടെ ഇരുന്നാ മതി കേട്ടാ, അവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി. പിന്നെ ഇതാ കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ മാരാരിക്കുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടോ. അപ്പോൾ ഇത് റഹ്മത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടെ കുഴിമന്തിയും ബാർബിക്യും എല്ലാ ഐറ്റംസും കിട്ടും. ഇവിടുത്തെ ചായ നല്ല അടിപൊളി ചായയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചായയായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കട്ട്ലേറ്റ് ഉമ്മയ്ക്കും വാപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും മേടിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ കട്ട്ലേറ്റ് തീരെ കൊള്ളത്തില്ലായിരുന്നു. ചിക്കൻ കട്ട്ലേറ്റ് ആണ് മേടിച്ചെങ്കിലും അത് ചിക്കൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല, ഫുള്ള് കിഴങ്ങായിരുന്നു. പിന്നെ വാവയ്ക്ക് വേണ്ടി ഇക്കായും വാവയൊക്കെ കയറി ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒറ്റ അടിക്ക് കുടിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു മാംഗോ ജ്യൂസായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി.
അതുപോലെ വാവ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ ബ്രദർ മേടിച്ചു തന്നെയാണ് കേട്ടോ. ആൾക്ക് ഇത് ഇട്ട് കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. വാവയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി കുറച്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ പാർക്ക് ചെയ്തത്. കുറച്ച് സമയം കഴിയുമ്പോൾ തിരക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറങ്ങി വരാൻ പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് പാർക്ക് ചെയ്തത്, അതും വഴിയിലാണ് കേട്ടോ. അതുപോലെ നമ്മൾ ബീച്ചിലെത്തിയത് നല്ല കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ നല്ല വെയിലായതുകൊണ്ട് തന്നെ തിരയൊക്കെ കൊള്ളാൻ നല്ല പാടായിരുന്നു കേട്ടോ. ഇത്തവണ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വന്നത് ഒരു ഇടദിവസമായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച എങ്ങാണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആൾ കുറവ്. അല്ലെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ കസേരയൊക്കെ ഉണ്ട്. പക്ഷേ മണിക്കൂറിന് 30-40 എത്രയോ പേ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ ഇത്തവണ നല്ല വലിയ തിരയായിരുന്നു കേട്ടോ. കാണാനും തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ബജ്ജിക്കടയും വേറെയും കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷേ ഇതുവരെ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് അതിന് സമയം പോകുന്ന അറിയത്തേ ഇല്ല കേട്ടോ. എത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. അത്രയും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. പിന്നെ ഇക്ക വാവേനെ തിരയൊക്കെ കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ. ആൾ ഫസ്റ്റ് ടൈമാണ് തിര കൊള്ളുന്നത്. വാവയ്ക്ക് 2-3 മാസമൊക്കെ ഉള്ള ടൈമിൽ ഞങ്ങളിവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കൂടുതലും തിരക്കുള്ള ടൈമിൽ വരാനാട്ടോ ഇഷ്ടം. പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇത്തവണ അത്ര തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇടദിവസം ആയതുകൊണ്ട്. പിന്നെ ഇതാ ഇക്ക ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ രാത്രി ആകുന്ന ടൈമിൽ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തിരയും കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഞണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു വലിയ തിര വന്നത് ഞങ്ങളെല്ലാവരും ഒരുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ നമ്മൾ തിരകൊള്ളലൊക്കെ നിർത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നനഞ്ഞ കണ്ടിട്ട് വാവ നല്ല ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ നിറച്ചുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ആ ടൈമിൽ നല്ല ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് നനഞ്ഞോട്ട് തന്നെ വാവയുടെ ഡ്രസ്സ് മാത്രം നമ്മൾ അവിടെ വെച്ച് കാറി വെച്ച് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് എന്തോ അമ്പലത്തിലും പള്ളിയിലൊക്കെ എന്തോ പരിപാടി ആയതുകൊണ്ട് തന്നെ നിറച്ച് പടക്കം പൊട്ടിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അമ്പലത്തിൽ എന്തോ ഉത്സവം ആയതുകൊണ്ട് തന്നെ താലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഗരുഡനും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ അമ്പലത്തിലെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പം അവിടെ എന്തോ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതുമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ബാർബിക്യൂ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ ഇക്കാക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഒരു തവണയും കൂടി കഴിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും സാലഡും മയോണൈസും അതുപോലെ തന്നെ റൊമാലി റൊട്ടി ആയിരുന്നു കേട്ടോ. ഇതൊരു കോംബോ വരുന്ന ഓഫറാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്തവണ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ വാവയ്ക്ക് വേണ്ടി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് അതാണ് കൊടുത്തത്. അത് ഉമ്മി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.